നമസ്കാരം. പ്രധാന വാർത്തകൾ. മതവിശ്വാസികളുടെ വോട്ടുറപ്പിക്കാൻ മലയോരത്ത് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പര്യടനം. പ്രചരണത്തിന്റെ തുടക്കം രാവിലെ ചെറുപുഴ സെന്റ് മേരീസ് ഫെറോണ പള്ളിയിലെത്തിയ വൈദികരെ കണ്ട്. ചെറുപുഴയിലെയും ഈസ്റ്റ് എളേരിയിലെയും നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പത്രിക സമർപ്പണം നാളെ. സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് ചെലവ് നടത്തുന്നതിന് മാത്രമായി പ്രത്യേക ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെന്ന് ജില്ലാ കളക്ടർ മീർ മുഹമ്മദ് അലി. അക്കൗണ്ട് എടുക്കേണ്ടത് ദേശസാൽകൃത ബാങ്കിലോ സഹകരണ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ. കണ്ണൂരിൽ 22 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. പിടിയിലായത് വിൽപ്പനയ്ക്കായി മംഗലാപുരത്ത് നിന്ന് ട്രെയിൻ മാർഗം കൊണ്ടുവന്ന കഞ്ചാവ്. ഡിവൈഎസ്പി KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത്. സംഭവം ഇന്ന് രാവിലെ താവക്കര ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് സമീപം. മീനച്ചൂടിൽ വെന്തുരുകി സംസ്ഥാനം. പാലക്കാട് ജില്ലയിൽ 3ാം ദിവസവും രേഖപ്പെടുത്തിയത് 41 ഡിഗ്രി സെൽഷ്യസ്. കായംകുളത്ത് വ്യാപാരിക്കും പുനലൂരിൽ അധ്യാപികയ്ക്കും സൂര്യാഘാതമേറ്റു. തലശ്ശേരിയിലും സൂര്യാഘാതം. വിശദമായ വാർത്തകളിലേക്ക്. മതവിശ്വാസികളുടെ വോട്ടുറപ്പിക്കാൻ മലയോരത്ത് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പര്യടനം. ചെറുപുഴ മേഖലയിലെ പള്ളികളും കോൺവെന്റുകളും അമ്പലങ്ങളും മസ്ജിദുകളും സന്ദർശിച്ച് ഇന്ന് UDF സ്ഥാനാർത്ഥി വോട്ട് തേടി. രാവിലെ ചെറുപുഴ സെന്റ് മേരീസ് ഫെറോണ പള്ളിയിലെത്തി വൈദികരെ കണ്ടായിരുന്നു പ്രചരണത്തിന്റെ തുടക്കം. തുടർന്ന് ചെറുപുഴ അയ്യപ്പ ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി. ക്ഷേത്രം ഭാരവാഹികളുമായി സംസാരിച്ചു. ഇടയ്ക്ക് ചെറുപുഴ ടൗണിലും ബസ് സ്റ്റാൻഡിലും വോട്ടർമാരെ കണ്ട് താൻ മത്സര രംഗത്തുണ്ടെന്നും വോട്ട് തന്ന് ജയിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചു. തുടർന്ന് കോലുവള്ളി, പുളിങ്ങോം, കോഴിച്ചാൽ, രാജഗിരി, കാനംവയൽ, ജോസ്ഗിരി എന്നിവിടങ്ങളിലെത്തി ആരാധനാലയങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ചു. തുടർന്ന് ഈസ്റ്റ് എളേരി പയ്യന്നൂർ ശിവക്ഷേത്ര സന്നിധിയിലെത്തി ക്ഷേത്രം ഭാരവാഹികൾ, തന്ത്രി എന്നിവരെയും വിശ്വാസികളെയും കണ്ട് വോട്ട് തേടുകയും അവിടെ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ച ശേഷം പര്യടനം തുടരുകയും ചെയ്തു. ചെറുപുഴയിലെയും ഈസ്റ്റ് എളേരിയിലെയും നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. കാസർഗോഡ് മണ്ഡലത്തിൽ 2ാം ഘട്ട പ്രചരണം പൂർത്തിയാക്കാനുള്ള തിരക്കിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. മണ്ഡലത്തിലെ വോട്ടർമാരിൽ നിന്നും ശക്തമായ പിന്തുണയുണ്ടെന്നും ഇത്തവണ വിജയം UDF-നാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ഉറപ്പിച്ചു പറഞ്ഞു. ചോദ്യം ചോദിച്ചാൽ ഉത്തരം അതേ ഉള്ളൂ. ഇപ്പോഴത്തെ ട്രെൻഡ് ഇപ്പോൾ സാറിന്റെ 2ാം ഘട്ട പ്രചരണത്തിലാണല്ലോ. ഇപ്പൊ കാസർഗോഡ് ജില്ലയിൽ വോട്ടർമാരുടെ ഒരു അനുകൂല മനോഭാവമാണെന്നുള്ള കാര്യം പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ കാസർഗോഡ് പാർലമെന്റ് സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം എനിക്ക് ആവേശോജ്വലമായ സ്വീകരണമാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ ഇത്രയും കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ ഇത്ര കണ്ട് എന്നെ സ്നേഹിക്കുന്ന ഒരു ജനസമൂഹത്തെ ഞാൻ കണ്ടിട്ടില്ല. അവരെനിക്ക് നൽകുന്ന സ്നേഹം, വാത്സല്യം, സഹകരണം, സഹവർത്തിത്വം എന്നെ ആവേശഭരിതനാക്കുകയാണ്. പോകുന്ന സ്ഥലത്തെല്ലാം ആവേശോജ്വലമായ സ്വീകരണം മാത്രമല്ല, നമുക്കറിയാം എന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഇപ്പോൾ 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചെറുപുഴ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക നാളെ മുതൽ സ്വീകരിക്കും. ഏപ്രിൽ 4-നാണ് അവസാന തീയതി. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5-ന് നടക്കും. ഏപ്രിൽ 8 വരെ പത്രിക പിൻവലിക്കാവുന്നതാണ്. സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് ചെലവ് നടത്തുന്നതിന് മാത്രമായി പത്രികാ സമർപ്പണത്തിന് മുൻപ് പ്രത്യേക ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ മീർ മുഹമ്മദ് അലി അറിയിച്ചു. ദേശസാൽകൃത ബാങ്കിലോ സഹകരണ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ സ്ഥാനാർത്ഥിയുടെ സ്വന്തം പേരിലോ സ്ഥാനാർത്ഥിയുടെയും ഇലക്ഷൻ ഏജന്റിന്റെയും ജോയിന്റ് അക്കൗണ്ടായോ അക്കൗണ്ട് തുടങ്ങാവുന്നതാണ്. പത്രിക സമർപ്പിക്കുന്നതിന് 1 ദിവസം മുമ്പെങ്കിലും അക്കൗണ്ട് ആരംഭിച്ചിരിക്കണം. തെരഞ്ഞെടുപ്പ് സംബന്ധമായ എല്ലാ വരവ് ചെലവുകളും ഈ അക്കൗണ്ടിലൂടെ മാത്രമേ നിർവഹിക്കാവൂ. 10,000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പണമിടപാടുകളും അക്കൗണ്ട് വഴി മാത്രമായിരിക്കണം. ക്രോസ്ഡ് അക്കൗണ്ട്, പേ ചെക്ക്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, RTGS, നെഫ്റ്റ് എന്നിവ മുഖേന മാത്രമേ ഇടപാട് നടത്താവൂ എന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. നവമീഡിയ, കണ്ണൂർ. വിൽപ്പനയ്ക്കായി മംഗലാപുരത്ത് നിന്നും ട്രെയിൻ മാർഗം കൊണ്ടുവന്ന 22 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. മലപ്പുറം താനൂർ മംഗലം സ്വദേശി പാണക്കാട്ടിൽ മുഹമ്മദ് അലി, തൃശൂർ മുളങ്കുന്നത്തുകാവ് സ്വദേശി പുത്തൻപുരയ്ക്കൽ നിതിൻ എന്നിവരാണ് പിടിയിലായത്. കണ്ണൂർ ഡിവൈഎസ്പി KV വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ആന്റി നാർക്കോട്ടിക് സെൽ അംഗങ്ങൾ ചേർന്ന് രാവിലെ 11:30 താവക്കര ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് സമീപത്ത് നിന്നാണ് ഇവരെ പിടികൂടിയത്. വലിയ സ്യൂട്ട് കേസിൽ 10 പൊതികളിലായി സൂക്ഷിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. SA രാജീവൻ, ASI മഹിജൻ, CPOമാരായ അജിത്, മഹേഷ്, സുഭാഷ്, ടൗൺ SI N പ്രജീഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. നേരത്തെയും പ്രതികൾ സമാന കേസുകളിൽ പിടിക്കപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. മയക്കുമരുന്ന് ഹബ്ബായി മാറുകയാണ് കണ്ണൂർ. കഴിഞ്ഞ 4 ദിവസത്തിനിടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പിടികൂടിയ ലഹരി വസ്തുക്കൾ ഇതിന് അടിവരയിടുന്നു. ഏറ്റവും ഒടുവിൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പിടികൂടിയത് 22 കിലോ കഞ്ചാവാണ്.
അനുദിനം ലഹരി പുകയുകയാണ് കണ്ണൂർ ജില്ലയിൽ. മുഴപ്പിലങ്ങാട് ആൾതാമസമില്ലാത്ത വീട്ടിൽ യുവാവ് മരിച്ച സംഭവത്തിന്റെ ഞെട്ടൽ വിട്ടുമാറും മുമ്പേ കണ്ണൂരിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഹെറോയിനുമായി 3 പേരും തൊട്ടടുത്ത ദിവസം കഞ്ചാവുമായി 2 പേരും പിടിയിലായി. ലഹരിയുടെ ഒഴുക്ക് കണ്ണൂർ ജില്ലയിലും പരിസര പ്രദേശത്തും വ്യാപകമാവുന്നതിന്റെ ലക്ഷണങ്ങളാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായുള്ള കേസുകൾ സൂചിപ്പിക്കുന്നത്. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ കുത്തനെ കൂടുകയാണെന്ന് എക്സൈസും പറയുന്നു. വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ തന്നെ ലഹരിക്കടിമയാവുന്ന സാഹചര്യം ക്രമാതീതമായി വർദ്ധിക്കുകയാണ്. ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും കുറ്റിക്കാടുകളിലുമായി കുട്ടികളെത്തി ലഹരിയുടെ രുചി അറിയുകയാണ്. പോലീസ് നിരീക്ഷണം ശക്തമാകുമ്പോഴും ഒളിഞ്ഞും മറഞ്ഞും വിദ്യാർത്ഥികൾക്കിടയിൽ മയക്കുമരുന്നും കഞ്ചാവും എത്തിക്കുന്ന കണ്ണികൾ സജീവമാണ്. ഇക്കഴിഞ്ഞ 18 രാത്രിയാണ് എടക്കാട് സ്റ്റേഷൻ പരിധിയിൽ മുഴപ്പിലങ്ങാട് കുളംബസാറിന് സമീപത്തെ EMS റോഡിനടുത്തെ ആളൊഴിഞ്ഞ വീട്ടിൽ നാടിനെയും സമൂഹത്തെയും ഞെട്ടലുണ്ടാക്കിയ സംഭവം നടന്നത്. 19 വയസ്സ് മാത്രമുള്ള 2 പേർ സിറിഞ്ച് ഉപയോഗിച്ച് മയക്കുമരുന്ന് ശരീരത്തിൽ കുത്തിക്കയറ്റിയതായി കണ്ടെത്തി. ഇതിൽ ഒരാളാണ് ബോധം നഷ്ടപ്പെട്ട് ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയത്. കൂടെ ഉണ്ടായിരുന്നയാൾ മറ്റൊരു സുഹൃത്തിനെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ച ശബ്ദരേഖ പുറത്തു വന്നപ്പോഴാണ് സമൂഹ മനസാക്ഷിയെ പോലും ഞെട്ടിക്കുന്ന സംഭവം പുറത്തു വന്നത്. രക്ഷിക്കണമെന്നും ഭാവി തകരുമെന്നും പറയുന്നതിനിടെ സിറിഞ്ചുകൾ മാറ്റിയിടാനും പറയുന്നത് വ്യക്തമായി കേൾക്കാം. മദ്യവും സിഗരറ്റും ഉപയോഗിക്കുന്ന രീതിയിൽ നിന്നും മാറി കഞ്ചാവും ലഹരി ഗുളികകളിലും സിറിഞ്ചിലേക്കും എത്തി. ഇതിന്റെ ഞെട്ടൽ മാറും മുമ്പെയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ നഗരത്തിൽ വൻ ഹെറോയിൻ വേട്ട നടന്നത്. നേരത്തെ കഞ്ചാവ് കേസിൽ പ്രതിയായ റൌഫ് എന്ന കട്ട റൌഫാണ് ഹെറോയിൻ കൊണ്ടുവന്നത്. കൂട്ടാളികളായ 2 പേരും അറസ്റ്റിലായി. മുംബൈ, ബാംഗ്ലൂർ, ഹൈദരാബാദ് തുടങ്ങിയ വൻ നഗരങ്ങളിൽ നിന്നാണ് കണ്ണൂരിലേക്ക് ലഹരി മരുന്നുകൾ എത്തിക്കുന്നത്. ആവശ്യക്കാർ യുവാക്കളും വിദ്യാർത്ഥികളും തന്നെയെന്ന് അറസ്റ്റിലായവർ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഇതിനു പുറമെയാണ് ഗ്രാമീണ മേഖലകളെ ലക്ഷ്യമിട്ട് വൻതോതിൽ കഞ്ചാവും എത്തിക്കുന്നത്. ന്യൂസ് ഡെസ്ക് നൗ മീഡിയ. വേനൽ ചൂട് ക്രമാതീതമായി വർദ്ധിച്ചതോടെ പ്രകൃതിയും കരിഞ്ഞുണങ്ങുകയാണ്. കണ്ണെത്താ ദൂരത്തെ പാടശേഖരങ്ങൾ വിണ്ടുകീറിയതിന് പിന്നാലെ വൃക്ഷങ്ങളും ഉണങ്ങിത്തുടങ്ങി. ശുദ്ധജലം കിട്ടാക്കനിയായതോടെ ഗ്രാമവാസികളും കുടിവെള്ളത്തിനായുള്ള നെട്ടോട്ടത്തിലാണ്. സ്വർണ്ണത്തിളക്കമുള്ള നെന്മണികൾ വിളഞ്ഞു വിധാനിച്ചു കിടന്ന കണ്ണൂർ കുറ്റ്യാട്ടൂർ പാടശേഖരത്തിലെ നിലവിലെ അവസ്ഥ കാണുക. ജലാംശം ജീവനാഡിയായി എന്നും നനവ് തന്ന വയലുകൾ കണ്ണെത്താ ദൂരത്തോളം വിണ്ടുകീറിയിരിക്കുന്നു. കൃഷി പാതി വഴിയിൽ ഉണങ്ങിയതോടെ കർഷകർക്ക് പുല്ല് കിട്ടിയത് മിച്ചം. ഇത് ഈ 150 ഏക്കറിന്റെ അവസ്ഥ മാത്രമല്ല, എങ്ങോട്ട് കണ്ണോടിച്ചാലും വരൾച്ച തന്നെ. അതിപ്പോൾ തെങ്ങടക്കമുള്ള വൃക്ഷങ്ങളെ ബാധിച്ചു തുടങ്ങിയതോടെ കർഷകർ തീർത്തും നിരാശയിലായി. കുറ്റ്യാട്ടൂർ പഞ്ചായത്തിലെ മാണിയൂർ വില്ലേജില് മാണിയൂർ 1-2 പാടശേഖരത്തില് ഈ വർഷം വെള്ളം ഇല്ലാതെ പേരിൽ 150 ഏക്കറോളം കൃഷിഭൂമി നെല്ലില്ലാത്തൊരവസ്ഥ ഉണ്ടായില്ല, കരിഞ്ഞുണങ്ങിയിട്ടുള്ളത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില ആൾക്കാർ പുല്ലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മെഷീൻ ഉപയോഗിച്ചിട്ട് അത് കൊയ്തെടുക്കുകയും ബാക്കി അല്ലാത്തവർ അങ്ങനെ തന്നെ ഉപേക്ഷിക്കുകയും ചെയ്ത അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഈ വലിയൊരു സാമ്പത്തിക നഷ്ടം ഈ പ്രാവശ്യം കർഷകർക്ക് ഉണ്ടായിട്ടുണ്ട്. കാർഷിക വിളകൾക്ക് പച്ചപ്പ് നിലനിർത്താൻ അല്പമെങ്കിലും സഹായമായിരുന്നത് കനാൽ വെള്ളമാണ്. അത് ഈ പ്രദേശങ്ങളിലേക്ക് ഒഴുകിയിട്ട് വർഷങ്ങളായി. ഈ കൊടും വരൾച്ചയിൽ പഴശ്ശി ഡാമിലെ വെള്ളം കനാൽ വഴി തുറന്നുവിടുമെന്ന് പഞ്ചായത്ത് അധികൃതർ ഉറപ്പ് നൽകിയിരുന്നെങ്കിലും അതും പാഴ്വാക്കായി. മാർച്ച് മാസം പകുതി പിന്നിടുമ്പോഴേക്കും ഒട്ടുമിക്ക കിണറുകളും വറ്റി. ഗ്രാമപ്രദേശങ്ങളിലേക്ക് ശുദ്ധജല വിതരണത്തിനും ആളില്ല. കുടിവെള്ളത്തിനായുള്ള നെട്ടോട്ടം വീട്ടമ്മമാരുടെ നടുവൊടിച്ചു. കാലവർഷം വരാൻ ഇനിയും 2 മാസം കഴിയും എന്നിരിക്കെ ആശങ്കയിലാണ് ജനങ്ങൾ. ഈ വേനൽ പ്രകൃതിയിൽ ഏതൊക്കെ തരത്തിലുള്ള നാശമാണ് വരുത്തിവെക്കുക എന്നതിലുള്ള ഭീതി ഓരോ പകലും വർദ്ധിക്കുകയാണ്. മീനച്ചൂടിൽ വെന്തുരുകി സംസ്ഥാനം. തുടർച്ചയായ 3-ാം ദിവസവും പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കായംകുളത്ത് വ്യാപാരിക്കും പുനലൂരിൽ അധ്യാപികയ്ക്കും സൂര്യാഘാതമേറ്റു. കായംകുളം സനു ബേക്കറി ഉടമ അബ്ദുള്ളയ്ക്കാണ് സൂര്യാഘാതമേറ്റത്. ഇയാളെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തെ ബാബു എന്നയാൾക്കും ഇന്ന് പൊള്ളലേറ്റു. സംസ്ഥാന ചൂട് വർദ്ധിച്ച സാഹചര്യത്തിൽ എല്ലാവരും ആരോഗ്യവകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ ശൈലജ ടീച്ചർ അറിയിച്ചു. തലശ്ശേരിയിൽ ചുമട്ടുതൊഴിലാളിക്ക് സൂര്യാഘാതമേറ്റു. മട്ടാമ്പ്രം കസ്റ്റംസ് റോഡിലെ ആപിത മൻസിലിൽ KN ഹാഷിമിനാണ് ദേഹത്തും കൈക്കും പൊള്ളലേറ്റ നിലയിൽ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്നലെ ചുമട്ടുജോലിക്കിടെ നേരിയ തോതിൽ ഇയാൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും ജോലിക്കെത്തിയപ്പോൾ അസ്വസ്ഥത വർദ്ധിച്ചതിനെ തുടർന്ന് വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു. എന്നാൽ ഉച്ചയോടെ അസഹനീയമായ ചൂട് അനുഭവപ്പെടുകയും ദേഹമാസകലം ചുട്ടുപഴുക്കുന്നതുപോലെ തോന്നുകയും ചെയ്തതോടെ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. 2 ആഴ്ച മുമ്പ്
ട്രാഫിക് ജോലിക്കിടെ പോലീസുകാരനും സൂര്യാഘാതമേറ്റിരുന്നു. മാടായി, വെങ്ങര, മൂലക്കൽ ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. ജപ്പാൻ കുടിവെള്ള വിതരണം കാര്യക്ഷമമല്ലെന്ന് നാട്ടുകാർ പറയുന്നു. മാടായി പാറയിലെ വാട്ടർ ടാങ്കിൽ നിന്നും വെള്ളം നാട്ടുകാർക്ക് വിതരണം ചെയ്യാതെ ഏഴുമല നാവിക അക്കാദമിയിലേക്ക് കൊണ്ടുപോകുന്നത് നൂറുകണക്കിന് സ്ത്രീകൾ ചേർന്ന് തടഞ്ഞു. ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി മാടായിപ്പാറിൽ സ്ഥാപിച്ച് കൂറ്റൻ ജലസംഭരണിയിൽ നിന്നും നാട്ടുകാർക്ക് വെള്ളം നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് വീട്ടമ്മമാർ സംഘടിച്ചത്. പദ്ധതിയിൽ നിന്നും കുടിവെള്ളം ഏഴിമലയിലേക്കും മറ്റ് സ്വകാര്യ സ്ഥലങ്ങളിലേക്കും കരാർ അടിസ്ഥാനത്തിൽ കൊണ്ടുപോകുന്നതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. രണ്ടാഴ്ചയായി മൂലക്കി, വെങ്ങര, ചെമ്പല്ലിക്കുണ്ട് തുടങ്ങിയ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് വെള്ളം കിട്ടാതെ വലഞ്ഞത്. ഇതേ തുടർന്ന് ചെമ്പല്ലിക്കുണ്ടിലെ വെള്ളമെടുക്കുന്ന കേന്ദ്രത്തിൽ നൂറുകണക്കിന് വീട്ടമ്മമാർ എത്തി തടയുകയായിരുന്നു. സംഭവം അറിഞ്ഞ് പഴയങ്ങാടി പോലീസും സ്ഥലത്തെത്തി. ലോറിയിൽ കയറ്റിയിൽ കൊണ്ടു ഒരു കാരണവശാൽ ഈ പദ്ധതി ജോലിയിൽ കൊടുക്കുന്നതല്ല, നാട്ടുകാർക്ക് സുലഭമായിട്ട് കൊടുത്തിട്ട് അവരെ ആവശ്യത്തിന് ജോലിയിലേക്ക് കൊടുത്തു. നമ്മളെതിരല്ല, പക്ഷെ ജനങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നില്ല. നാട്ടിൽ ഇപ്പോൾ ഒരാഴ്ചക്കാലം ഒരു തുള്ളി വെള്ളം കിട്ടാത്ത പ്രദേശമായി ഇപ്പോൾ മൂലത്തിലെ ഭാഗത്തേക്ക്. അതിൻ്റെ ഒരു ദോഷം. നവമീഡിയ, പഴയങ്ങാടി. തലശ്ശേരിയിൽ നിരവധി പേർക്ക് തെരുവുനായയുടെ കടിയേറ്റു. നഗരസഭാ പരിസരത്ത് വെച്ചും സ്റ്റേഡിയത്തിന് സമീപത്ത് വെച്ചുമാണ് 5 പേർക്ക് തെരുവുനായയുടെ കടിയേറ്റത്. മുൻ നഗരസഭാ കൌൺസിലർ നെട്ടൂരിലെ സദാനന്ദവില്ലയിൽ MP പ്രശാന്ത്, കൊളശ്ശേരി പാറക്കാട്ടിലെ മീത്തിലെ പറമ്പത്ത് വീട്ടിൽ നിശാന്ത്, എരഞ്ഞോളി വാടയിൽ പീടികയിൽ കൊടിയോട്ടിപ്പറമ്പത്ത് പ്രവീൺ, പാട്ടിത്തിയ ചോയ്ക്കണ്ടി വീട്ടിൽ രമ്യ, മാഹിയിലെ സിദ്ദിഖ് ഹൌസിൽ റഫീഖ് എന്നിവരെയാണ് കൈയിലും കാലിലും കടിയേറ്റ നിലയിൽ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പയ്യന്നൂർ കണ്ടോത്ത് ദേശീയപാതയിൽ വാഹനാപകടം. ലോറിയും ഓട്ടോ ടാക്സിയുമാണ് കൂട്ടിയിടിച്ചത്. ഓട്ടോയ്ക്കുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. അപകടത്തിൽ ഓട്ടോയുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. ഗുരുതരമായി പരിക്കേറ്റ ഓട്ടോ ടാക്സി ഡ്രൈവറെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂരിൽ പോലീസ് അസോസിയേഷൻ നേതാവിന് സസ്പെൻഷൻ. മാങ്ങാട്ടുപറമ്പ് KAP ബറ്റാലിയനിലെ പോലീസ് അസോസിയേഷൻ പ്രസിഡന്റായ റെനീഷിനെയാണ് സസ്പെൻഡ് ചെയ്തത്. കമാൻഡിന്റെ ഓഫീസിൽ കയറി അപമര്യാദയെ പെരുമാറിയതിനാണ് സസ്പെൻഷൻ. ലോട്ടറി ടിക്കറ്റിന്റെ നമ്പർ തിരുത്തി പണം തട്ടുന്ന സംഘത്തിലെ ഒരാളെ ആലക്കോട് പോലീസ് അറസ്റ്റ് ചെയ്തു. മട്ടന്നൂർ 19 മൈൽ സ്വദേശി KK മൻസൂറാണ് അറസ്റ്റിലായത്. ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുപ്രതി വയനാട് സ്വദേശി കീരൻകത്ത് ബാദുഷയെ പിടികൂടുന്നതിനുള്ള ശ്രമത്തിലാണ് പോലീസ്. കണ്ണൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ ക്യാമ്പ് ചെയ്ത് പണം തട്ടുന്ന സംഘത്തിൽപ്പെട്ടയാളാണ് അറസ്റ്റിലായ മൻസൂർ. 1-2 നമ്പറിന്റെ വ്യത്യാസത്തിൽ സമ്മാനം ലഭിക്കാതെ പോകുന്ന ടിക്കറ്റുകളിലാണ് സംഘം കൃത്രിമം കാണിക്കുന്നത്. ഏത് നമ്പറാണ് അന്ന് ഈ 5000 രൂപയുടെ പ്രൈസ് അടിച്ചത്, അത് സമർത്ഥമായി ആ നമ്പർ അതിൽ ഫോർജ് ചെയ്തിട്ട് ആ നമ്പർ എന്ന രീതിയിൽ അത് തട്ടിപ്പിനിരയായവർ നൽകിയ പരാതിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് സംഘത്തെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. CCTV ക്യാമറയിൽ പതിഞ്ഞ പ്രതികളുടെ ദൃശ്യങ്ങൾ പോലീസിന് തുണയായി. സാധാരണക്കാരായ പ്രായമായ ഏജന്റുമാരെയാണ് ഇവർ തട്ടിപ്പിന് ഇരയാക്കിയിരുന്നത്. കഴിഞ്ഞ ദിവസം ആലക്കോട് മേഖലയിൽ 2 ഏജന്റുമാരാണ് തട്ടിപ്പിനിരയായത്. യഥാർത്ഥ നമ്പർ 5902 ഫാക്സ് പ്രൈസ് നമ്പർ 5902, ഇത് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ 5902 അങ്ങനെ പറ്റിക്കരുത്. ഒട്ടേറെ ചെറുകിട ലോട്ടറി വിൽപ്പനക്കാരിൽ നിന്നായി 1000 രൂപ മുതൽ 10000 രൂപ വരെയുള്ള സമ്മാന തുകകളുടെ തട്ടിപ്പ് സംഘം നടത്തിയിട്ടുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചു. ചെറുകിട കച്ചവടക്കാർക്ക് ലോട്ടറിയുടെ ആധികാരികത പരിശോധിക്കാനുള്ള സ്കാനർ ഇല്ലാത്തത് മുതലെടുത്താണിത്. സമാന രീതിയിൽ പയ്യന്നൂർ കേന്ദ്രീകരിച്ചും സംഘം തട്ടിപ്പ് നടത്തിയിരുന്നു. ആലക്കോട് സർക്കിൾ ഇൻസ്പെക്ടർ PK സന്തോഷ്, SI മാരായ M നിജീഷ്, K പ്രഭാകരൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഷറഫുദ്ദീൻ, ഷാജി, മുനീർ, ഷിജോ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നവമീഡിയ, ആലക്കോട്. ജില്ലയിൽ H1N1 പനി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കണ്ണൂർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ K നാരായണ നായക് അറിയിച്ചു. വായുവിലൂടെ പകരുന്ന ഈ രോഗം ഇൻഫ്ലുവൻസ A ഗ്രൂപ്പിൽപ്പെട്ട വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. സാധാരണ വൈറൽ പനിയുടെ ലക്ഷണങ്ങളായ പനി, ശരീരവേദന, തൊണ്ടവേദന, തലവേദന, വരണ്ട ചുമ, വിറയൽ, ചിലപ്പോൾ ഛർദി, വയറിളക്കം എന്നിവയുണ്ടാകാം. മിക്കവരിലും 4-5 ദിവസം കൊണ്ട് ഈ രോഗം ഭേദമാകുമെങ്കിലും ചിലരിൽ ഇത് ഗുരുതരമായ ശ്വാസതടസ്സം, ഓർമ്മക്കുറവ്, അപസ്മാരം, സ്വഭാവ വ്യതിയാനം തുടങ്ങിയവ കണ്ടേക്കാം. ഗർഭിണികൾ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, 65 വയസ്സിന് മുകളിലുള്ളവർ, പ്രമേഹ രോഗികൾ, വൃക്കരോഗം, കരൾ രോഗം, ഹൃദ്രോഗം തുടങ്ങിയ ഗുരുതരമായ രോഗം ബാധിച്ചവർ തുടങ്ങിയവർ ഈ രോഗത്തിനെതിരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ വൈദ്യസഹായം തേടണം. ജില്ലയിൽ എല്ലാ ആശുപത്രികളിലും കൃത്യമായ ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ പ്രകാരമുള്ള ചികിത്സാ സംവിധാനവും മരുന്നുകളും ലഭ്യമാക്കിയിട്ടുണ്ട്.
വായുവിലൂടെ പകരുന്ന രോഗമായതിനാൽ തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും നിർബന്ധമായും തൂവാല കൊണ്ട് മൂക്കും വായും പൊത്തുക. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കഴുകുക. രോഗം ബാധിച്ചവർ മറ്റുള്ളവരുമായുള്ള സമ്പർക്കം കുറയ്ക്കുക. ധാരാളം വെള്ളം കുടിക്കുക, മതിയായ വിശ്രമം എടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. നവമീഡിയ, കണ്ണൂർ. സ്ഥാനാർബുദത്തിൽ വിദഗ്ധ പഠനം നടത്തി ഉപകരണം കണ്ടെത്തിയ സിമെറ്റിലെ ഡോക്ടർ എ സീമയെ മലബാർ ക്യാൻസർ സെന്റർ ആദരിച്ചു. 2014 ആരംഭിച്ച റിസർച്ചിലാണ് വെയറബിൾ ഡിവൈസ് എന്ന ഉപകരണം കണ്ടെത്തിയത്. ഞങ്ങളുടെ മലബാർ ക്യാൻസർ സെന്ററിൽ ഞങ്ങളുടെ അക്കാഡമിക് വിഭാഗങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടായി. അപ്പോൾ അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഇവരുടെ ഈ ഗവേഷണ ഫലങ്ങളും അതേപോലെ തന്നെ ഗവേഷണങ്ങളുടെ അവരുടെ ആർജവത്തെക്കുറിച്ച് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന് അന്ന് ചർച്ച നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സിമെറ്റിനെ മലബാർ ക്യാൻസറിലേക്ക് ക്ഷണിക്കുകയുണ്ടായി. അന്ന് ഡോക്ടർ രഘു, ഡോക്ടർ സീമ, അതേപോലെ തന്നെ ഡോക്ടർ ഡയസ്, ഒരു വലിയൊരു ടീം സിമെറ്റ് എന്ന MCCയിലേക്ക് വന്നു. ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ക്യാൻസറിൽ നമുക്ക് പുതുതായിട്ട് ചെയ്തു കഴിഞ്ഞാൽ രോഗികൾക്കും അതേപോലെ ചികിത്സയിലും ഉപകാരപ്രദമാവുക എന്നുള്ള രീതിയെക്കുറിച്ച് ഇന്നർവെയർ രീതിയിലാണ് ഉപകരണം തയ്യാറാക്കിയിരിക്കുന്നത്. തലശ്ശേരി, തൃശൂർ എന്നിവിടങ്ങളിൽ 117 സ്ത്രീകളിൽ ഈ ഉപകരണം ഉപയോഗിച്ച് പരിശോധനകൾ നടത്തിയിരുന്നു. ഇതിൽ പോസിറ്റീവായുള്ള ചിത്രമാണ് ഇവർക്ക് ലഭിച്ചത്. സ്തനത്തിൽ ഘടിപ്പിച്ച ഉപകരണം അരമണിക്കൂറിന് ശേഷം സ്ക്രീനിൽ വളരെ വ്യക്തമായി സ്ഥാനാർബുദം ഉണ്ടോ എന്ന് കണ്ടെത്താൻ സാധിക്കും. സാധാരണ പരിശോധനകൾ ചെയ്യുമ്പോൾ മടിച്ചു നിൽക്കുന്ന സ്ത്രീകൾക്ക് ഇതുവഴി എളുപ്പത്തിൽ രോഗം കണ്ടെത്താൻ സാധിക്കുന്നതാണ്. 3.5 കോടി രൂപയാണ് റിസർച്ചിനായി അധികൃതർ ഉപയോഗപ്പെടുത്തിയത്. തയ്യാറാക്കിയ ഉപകരണം ജനങ്ങളിലെത്തിക്കാൻ പ്രൈവറ്റ് കമ്പനിയുമായി അധികൃതർ ബന്ധപ്പെട്ടിട്ടുണ്ട്. ചടങ്ങിൽ ഡോക്ടർ സീമയെ MCC ചെയർമാൻ ഡോക്ടർ ബാബു രവീന്ദ്രൻ മൊമന്റോ നൽകി ആദരിച്ചു. MCC ഡയറക്ടർ ഡോക്ടർ B സതീശൻ, ഡോക്ടർ സംഗീത K നാരായണൻ, ഡോക്ടർ സജിത് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഉപകരണത്തിൽ പരിശോധനയ്ക്ക് വിധേയരായ ജീവനക്കാർ അവരുടെ അനുഭവങ്ങളും പങ്കുവച്ചു. നവമീഡിയ, തലശ്ശേരി. ക്യാൻസർ വിമുക്ത മാടായി എന്ന സന്ദേശവുമായി റോട്ടറി ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന ക്യാൻസർ പരിശോധനാ ക്യാമ്പ് മാർച്ച് 30 നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പഴയങ്ങാടിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഴയങ്ങാടി റോട്ടറി ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ സാമൂഹ്യ സേവന പദ്ധതികൾ നടപ്പാക്കി വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് ക്യാൻസർ വിമുക്ത മാടായി എന്ന സന്ദേശവുമായി ക്യാൻസർ പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. റോട്ടറി ക്ലബ്, മാടായി ഗ്രാമപഞ്ചായത്ത്, മലബാർ ക്യാൻസർ കെയർ സൊസൈറ്റി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ക്യാൻസർ വിമുക്ത മാടായി രാവിലെ 8:30 മാടായി കോളേജിൽ വെച്ചാണ് നടക്കുന്നത്. ക്യാമ്പ് മുൻ ISRO ചെയർമാൻ G മാധവൻ നായർ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ റോട്ടറി പ്രസിഡന്റ് ഹാരിഷ് കക്കെ, സെക്രട്ടറി IV ദിനേശൻ, ഡോക്ടർ രവീന്ദ്രൻ, ഡോക്ടർ മുഹമ്മദ് അസം, K ശ്രീനിവാസൻ, VKV മനോജ്, CT ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു. നവമീഡിയ, പഴയങ്ങാടി. രക്താർബുദത്തെ തുടർന്ന് ചികിത്സയിലാണ് വിഷ്ണു. സ്വന്തമായി അന്തിയുറങ്ങാൻ ഒരു കൂര പോലും ഇല്ലാത്ത വിഷ്ണുവിന്റെ കുടുംബത്തിന് നിലനിൽക്കണമെങ്കിൽ സുമനസുകളുടെ സഹായം വേണം. ചെറുതായം പഞ്ചായത്തിലെ 16-ാം വാർഡിലെ രവി സുവർണ ദമ്പതികളുടെ ഇളയ മകനായ വിഷ്ണു പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. രക്താർബുദത്തെ തുടർന്ന് 7 മാസത്തോളമായി മലബാർ ക്യാൻസർ സെന്ററിൽ ചികിത്സയിലാണ് വിഷ്ണു. ഇവർക്ക് സ്വന്തമായി വീടില്ല. കഷ്ടപ്പാടുകൾക്കിടയിലും മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ ഇവർ ശ്രമിച്ചിരുന്നു. പഠനത്തിൽ മിടുക്കനായ വിഷ്ണുവിന് രക്താർബുദമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇവർ നടുങ്ങി. അതിനിടെ ജോലിക്കിടയിൽ കിണറിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റ രവിക്ക് പിന്നീട് പണിയെടുക്കാൻ കഴിയാതെയായി. തുണിക്കടയിൽ സെയിൽസ് ഗേളായി നിൽക്കുന്ന അമ്മ സുവർണയ്ക്ക് ലഭിക്കുന്ന തുച്ഛമായ വരുമാനം കൊണ്ടാണ് കുടുംബം പുലരുന്നത്. ഈ മാസം 29 മുതൽ വിഷ്ണുവിന്റെ ചികിത്സ മലബാർ ക്യാൻസർ സെന്ററിൽ തുടരേണ്ടതുണ്ട്. ചികിത്സയ്ക്ക് ചുരുങ്ങിയത് 25 ലക്ഷം രൂപയെങ്കിലും വേണം. ചികിത്സയുടെ ഇടവേളകളിൽ തിരിച്ചു വരുമ്പോൾ താമസമൊരുക്കുന്നതിന് ഒരു ചെറിയ വീട് നിർമ്മിക്കുന്നതിന് ചുരുങ്ങിയത് 35 ലക്ഷം രൂപയും ചിലവാകും. ഏറെ സ്വപ്നങ്ങളുടെ ഭാരം നെഞ്ചിലെത്തി SLC പരീക്ഷ എഴുതുകയാണ് വിഷ്ണു. പയ്യന്നൂർ സ്കൂളിലെ 10ാം തരത്തിൽ പഠിക്കുന്ന ഈ വിദ്യാർത്ഥി കഴിഞ്ഞ 7 മാസമായിട്ട് ബ്ലഡ് ക്യാൻസറിന് തലശ്ശേരി MCCയിൽ ട്രീറ്റ്മെൻറ്റിലാണ്. വളരെ ദരിദ്രമായ പശ്ചാത്തലത്തിൽ വരുന്ന കുട്ടിയാണ് അത്. അവർക്ക് സ്വന്തമായി വീടോ പറമ്പോ ഇല്ലായിരുന്നു. ഈ അടുത്തിടെ ലൈഫ് മിഷൻ സ്കീമിൽ 6.5 സെൻറ്റ് സ്ഥലം ലഭിച്ചിട്ടുള്ളതാണ് ഈ കുടുംബത്തിൻ്റെ ആകെ ആസ്തി. പിലാത്തറ ഹോം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ PV രാജേഷ് MLA, ചെറുതായം പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രഭാവതി, ഹോം മാനേജിംഗ് ട്രസ്റ്റി AV ബാലകൃഷ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിഷ്ണു ചികിത്സാ സഹായ കമ്മിറ്റി എന്ന പേരിൽ കമ്മിറ്റി രൂപീകരിച്ച് ഫണ്ട് സമാഹരണം ആരംഭിച്ചിട്ടുണ്ട്.
സഹായിക്കാൻ താല്പര്യമുള്ളവർ തുക പിലാത്തറ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ആരംഭിച്ച് 06522300008339 എന്ന അക്കൗണ്ടിലേക്ക് അയക്കണം. IFSC കോഡ് SIBL 00000612. നേരിട്ട് സഹായം നൽകുന്നവർ പ്രസിഡന്റ് വിഷ്ണു സഹായ കമ്മിറ്റി ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റ് പിലാത്തറ എന്ന വിലാസത്തിൽ എത്തിക്കണമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. നവമീഡിയ, പയ്യന്നൂർ. കരയിടിച്ചിൽ ഭീഷണിയിൽ നീലേശ്വരം മുണ്ടേമാട് ദ്വീപ്. അനധികൃത മണലെടുപ്പും റെയിൽവേ പാലങ്ങളുടെ എണ്ണം കൂടിയതുമാണ് 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ ദ്വീപിൽ കരയിടിച്ചിൽ രൂക്ഷമാക്കിയത്. ദ്വീപിന്റെ 250 മീറ്റർ ഭാഗം ഭിത്തി കെട്ടി സംരക്ഷിച്ചിട്ടുണ്ടെങ്കിലും ശേഷിക്കുന്ന ഭാഗത്ത് കരയിടിച്ചിൽ രൂക്ഷമാണ്. ദ്വീപിന്റെ അരികുകൾ ഇടിയുന്നതോടൊപ്പം സമീപത്തെ വീടുകളും തകർച്ചയുടെ വക്കിലാണ്. രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ നടക്കുന്ന മണലെടുപ്പ് മൂലം പുഴയുടെ ആഴം വർദ്ധിച്ചതായി ദ്വീപവാസികൾ പറയുന്നു. രൂക്ഷമായ കരയിടിച്ചൽ ഭീഷണി നേരിടുകയാണ്. ആ കരയിടിച്ചൽ ഭീഷണി തുടരുന്നതോടൊപ്പം തന്നെ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ അനധികൃതമായിട്ട് പൂഴിവായിരുന്നു. ലൈസൻസും മറ്റു കാര്യങ്ങളും ഇല്ലാതെ 10-15 തോണികൾ ദിവസേന രാത്രിയെന്നോ പകലെന്നോ പോലുന്ന ഭേദവിനെ പൂഴിവാരിക്കൊണ്ടിരിക്കുകയാണ്. കിഴക്കുഭാഗത്തെ റെയിൽവേ പാളങ്ങളുടെ എണ്ണം 3 വർദ്ധിച്ചതും ദ്വീപിന് ആഘാതമായി മാറി. പാലത്തിന്റെ തൂണുകൾക്കിടയിലൂടെ കുത്തിയൊലിച്ചു വരുന്ന വെള്ളം ശക്തിയായി അടിച്ചു കയറുന്നത് ദ്വീപിന്റെ മുനമ്പിലേക്കാണ്. ഇത് കരയിടിച്ചിലിന്റെ ആക്കം കൂട്ടുന്നു. മുമ്പ് പലതവണ മണൽവാരം നടക്കുമ്പോൾ നാട്ടുകാർ പിടികൂടി താക്കീത് ചെയ്ത് വിടുകയും തോണികൾ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. നാട്ടുകാരുടെ എതിർപ്പ് ശക്തമായതിനെ തുടർന്ന് ഇല്ലാതായ മണലെടുപ്പാണ് വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. ഇവിടുത്തെ പല വീടുകളുടെയും ചുവരുകൾ വിണ്ടുകേറിയ നിലയിലാണ്. മണ്ണ് കുത്തിയൊലിച്ചു പോകാതിരിക്കാൻ ശേഷിക്കുന്ന ഭാഗങ്ങളും ഭിത്തി കെട്ടി സംരക്ഷിക്കണമെന്നും മണൽ കൊള്ളയ്ക്ക് തടയിടണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. നവമീഡിയ, ചെറുവത്തൂർ. വിഷുവിന്റെ വരവറിയിച്ച് കണിക്കൊന്നകൾ പൂത്തതോടെ കണ്ണൂരിലെ മലയോര പ്രദേശങ്ങൾ ഉത്സവ നിറവിൽ. സ്വർണവർണ്ണമണിഞ്ഞ വഴിയോരങ്ങളിലും പുരയിടങ്ങളിലും പൂത്തുനിൽക്കുന്ന കണിക്കൊന്നകൾ കണ്ണിനും മനസ്സിനും കുളിരേകുകയാണ്. വിഷുവിന് ഏതാനും ദിവസം മുൻപ് പൂക്കാറുള്ള കൊന്നകൾ ഇത്തവണ മാസങ്ങൾക്ക് മുൻപ് തന്നെ സ്വർണവർണ്ണമണിഞ്ഞിരുന്നു. സമൃദ്ധിയുടെയും സമ്പത്തിന്റെയും ഉത്സവമായ വിഷുവിനെ വരവേൽക്കാൻ മലയാളികൾ ഒരുങ്ങുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് സ്വർണവർണ്ണത്തിലുള്ള കണിക്കൊന്ന പൂക്കൾ. കാസിയ ഫിസ്റ്റുല എന്ന പേരിലും ഗോൾഡൻ ഷവർ ട്രീ എന്ന പേരിലും അറിയപ്പെടുന്ന കണിക്കൊന്നകൾ 10 മുതൽ 20 വരെ മീറ്റർ ഉയരത്തിൽ നിൽക്കുന്ന ഇലമുഴയ വൃക്ഷമാണ്. വിഷുക്കണി ഒരുക്കാൻ വെള്ളരിക്കൊപ്പം കൊന്നപ്പൂവും നിർബന്ധമാണ്. സന്ധ്യാസമയത്ത് അസ്തമയ സൂര്യന് അഭിമുഖമായി നിൽക്കുന്ന കൊന്നപ്പൂവിന്റെ ഭംഗി വർണ്ണനാതീതമാണ്. വേനലിൽ സ്വർണത്തിന്റെ നിധിശേഖരം തരുന്ന വൃക്ഷം എന്നാണ് കൊന്നകളെ പറ്റി പുരാണങ്ങളിൽ പറയുന്നത്. തായ്ലാന്റിന്റെ ഔദ്യോഗിക പുഷ്പമായ കണിക്കൊന്ന കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമാണ്. ഏറെ ഔഷധ ഗുണമുള്ള കൊന്ന കേരളത്തിലാണ് ഏറെ കണ്ടുവരുന്നത്. നവമീഡിയ, ആലക്കോട്. വലയിൽ കുടുങ്ങിയ രാജവെമ്പാലയ്ക്ക് നാട്ടുകാർ രക്ഷകരായി. ആലക്കോട് കാപ്പിമലയിലെ മഞ്ഞപ്പുല്ലിലാണ് ഒരു ദിവസം മുഴുവൻ സർപ്പരാജാവ് വലയിൽ കുരുങ്ങിക്കിടന്നത്. മഞ്ഞപ്പുല്ലിലുള്ള വനം വകുപ്പിന്റെ ടിക്കറ്റ് കൗണ്ടറിന് പിറകിൽ കുടിവെള്ളം എടുക്കുന്ന കുഴിയിലാണ് രാജവെമ്പാല കുടുങ്ങിയത്. അസഹനീയമായ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ വെള്ളം തേടി ഇറങ്ങിയപ്പോഴാവാം വലയിൽ കുരുങ്ങേണ്ടി വന്നത്. രക്ഷപ്പെടാൻ പലതവണ ശ്രമിച്ചെങ്കിലും കുരുക്ക് മുറുകുകയായിരുന്നു. വൈകുന്നേരം എത്തിയ വിനോദസഞ്ചാരികളാണ് വലയിൽ കുരുങ്ങിയ നിലയിൽ പാമ്പിനെ കണ്ടത്. പലർക്കും ഭയം കാരണം അടുത്തേക്ക് എത്താൻ സാധിച്ചില്ല. പിന്നീട് വെള്ളമെടുക്കാൻ എത്തിയ നാട്ടുകാരുടെ സഹായത്തോടെ വലയോർത്ത് സാഹസികമായി പാമ്പിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. വരൾച്ച രൂക്ഷമായതോടെ ജനവാസ മേഖലയിൽ ഇഴജന്തുക്കൾ ഇറങ്ങുന്നത് പതിവായിരിക്കുകയാണ്. നവമീഡിയ, ആലക്കോട്. പയ്യന്നൂർ ശ്രീ കുറുമ്പക്കാവ് പുനഃപ്രതിഷ്ഠ നവീകരണ കലശ മഹോത്സവം മാർച്ച് 27 മുതൽ ഏപ്രിൽ 1 വരെയുള്ള ദിവസങ്ങളിൽ നടക്കും. തന്ത്രി അബ്ലി വടക്കേ ഇല്ലത്ത് ശങ്കരവാദ്യാരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പുനഃപ്രതിഷ്ഠ മഹോത്സവം നടക്കുക. മഹോത്സവത്തിന്റെ ഭാഗമായി പുതുക്കി നിർമ്മിച്ച ക്ഷേത്രത്തിന്റെയും ശ്രീകോവിലിന്റെയും കൈമാറൽ ചടങ്ങ് നടന്നു. ഏതാണ്ട് 5 വർഷങ്ങൾക്ക് മുൻപാണ് ഗംഗാധരൻ മേലാശാരിയുടെ മേൽനോട്ടത്തിൽ ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചത്. ചടങ്ങിൽ മുഖ്യശില്പി ഗംഗാധരൻ മേലാശാരി പുതുക്കിയ ശ്രീകോവിലിന്റെ അവകാശം ക്ഷേത്രം ഭാരവാഹികൾക്ക് കൈമാറി. അരുൺ MV, അർജുൻ MV എന്നിവർ പ്രാർത്ഥനയായി നൽകിയ ഭണ്ഡാരത്തിന്റെ സമർപ്പണ ചടങ്ങും നടന്നു. പുനഃപ്രതിഷ്ഠ മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറക്കൽ ഘോഷയാത്ര, ദേവീ പ്രതിഷ്ഠ, സർവൈശ്വര്യ വിളക്ക് തുടങ്ങിയ വിശേഷാൽ പൂജകളും നടക്കും.
കുറുവ UP സ്കൂൾ വാർഷികാഘോഷ സമാപനവും യാത്രയയപ്പ് സമ്മേളനവും 30-31 തീയതികളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 30 വൈകുന്നേരം 4 മണിക്ക് വിരമിക്കുന്ന KC പ്രേമ ടീച്ചർക്ക് യാത്രയയപ്പ് നടത്തും. യാത്രയയപ്പ് സമ്മേളനം ജില്ലാ പ്രോജക്ട് ഓഫീസർ KR അശോകൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറും. 31 നടക്കുന്ന സാംസ്കാരിക സമ്മേളനം കഥാകൃത്ത് T പത്മനാഭൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ അരുൺ C, TK പ്രദീപൻ, മുഹമ്മദ് അഷ്റഫ് P എന്നിവർ പങ്കെടുത്തു. 69 സ്കൂള് അപ്ഗ്രേഡ് ചെയ്തിട്ട് UP സ്കൂളായി മാറി. ബാല്യകാലത്തിൽ 500 കുട്ടികൾ പഠിച്ചിരുന്നു. പക്ഷെ പിന്നീട് കുറച്ച് കുട്ടികളെ വേണം കുറഞ്ഞ്. പക്ഷെ വീണ്ടും ഇപ്പോൾ 5-10 വർഷമായിട്ട് കുട്ടികളെ വർദ്ധിച്ചിരിക്കുകയാണ്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ സ്കൂളിൽ. നീലേശ്വരം പള്ളിക്കര NSS കരയോഗം ശ്മശാനം വീണ്ടും തകർക്കുന്നതിനെതിരെ പ്രതിഷേധ യോഗം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നീലേശ്വരം കടിഞ്ഞിക്കുഴിയിലെ ശ്മശാനമാണ് 3ാം തവണ തകർക്കപ്പെടുന്നത്. 3 തവണകളായി ശ്മശാനം തകർക്കപ്പെട്ടതോടെ 2 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു. 2011 ആദ്യം തകർക്കപ്പെട്ടത്. വീണ്ടും നിർമ്മാണം തുടങ്ങിയപ്പോൾ 1 ലോഡ് ജില്ലയും മണലും ഉൾപ്പെടെ കടത്തിക്കൊണ്ടുപോയി. പലപ്പോഴായി ചുറ്റുമതിലുകൾ തകർക്കപ്പെടുകയും പുതുക്കി നിർമ്മിച്ച ഇരുമ്പ് ഗേറ്റ് ഇളക്കിയെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. കരയോഗം പ്രസിഡന്റ് KOB ഗോപാലന്റെ പരാതിയിൽ നീലേശ്വരം പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. തുടർച്ചയായി നടക്കുന്ന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് 28 വൈകുന്നേരം 4 മണിക്ക് സർവകക്ഷി യോഗം വിളിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നവമീഡിയ, ചെറുവത്തൂർ. ഇന്ത്യൻ ഡാൻസ് തിയേറ്ററിന്റെ വിദ്യാഭ്യാസ സാധ്യതകൾ കണ്ടെത്തുക വഴി വിദ്യാഭ്യാസ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യം വെച്ച് കണ്ണൂർ ഡയറ്റ് സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാളെ രാവിലെ 9:30 മുതൽ 5 മണി വരെ പാലയാട് ക്യാമ്പസിലാണ് സെമിനാർ സംഘടിപ്പിക്കുക. കോഴിക്കോട് സർവകലാശാല ചരിത്ര വിഭാഗം മുൻ തലവൻ ഡോക്ടർ MR രാഘവവാരൻ ഉദ്ഘാടനം ചെയ്യും. ഡയറ്റ് പ്രിൻസിപ്പൽ PU രമേശൻ അധ്യക്ഷത വഹിക്കും. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ TP നിർമ്മലാദേവി മുഖ്യ അതിഥിയായിരിക്കും. കഥക് നർത്തകി വിദൂഷി സുസ്മിത ബാനർജി ഉത്തരേന്ത്യൻ ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിലെ ഡാൻസ് തിയേറ്ററിനെ കുറിച്ച് പ്രബന്ധം അവതരിപ്പിക്കും. ഭരതനാട്യ നർത്തകൻ N ശ്രീകാന്ത് നടരാജൻ ഭരതനാട്യത്തിലെ തിയേറ്റർ സാധ്യതകളെ കുറിച്ച് പരിചയപ്പെടുത്തും. യക്ഷഗാനം സംബന്ധിച്ച് ദിവാന ശിവശങ്കർ ഭട്ടും കേരളീയ നാടക സാധ്യതകളെ കുറിച്ച് ഭരതാഞ്ജലി മധുസൂദനും പ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ M ബാലൻ, PU രമേശൻ, PV മധുസൂദനൻ എന്നിവർ പങ്കെടുത്തു. നവമീഡിയ, കണ്ണൂർ. ഇന്റീരിയർ എക്സ്റ്റീരിയർ കൺസൾട്ടന്റ് ആൻഡ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ചാപ്റ്റർ സമ്മേളനം ഹോട്ടൽ ബ്ലൂ നൈലിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് PD ഷാജി ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി സയ്യിദ് സുഹൈർ, ഷബീർ അലി തുടങ്ങിയവർ സംസാരിച്ചു. കാരണം കാലങ്ങൾ കഴിയുമ്പോഴും ഇനി GST ഇല്ലാതെ നമുക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. ഇപ്പൊ ചിലപ്പോൾ നമ്മുടെ ക്ലയന്റ് പറയും കുഴപ്പമില്ല, നമുക്ക് GST ഇല്ലാതെ വിത്തൗട്ടിൽ ചെയ്യാമെന്നൊക്കെ പറയും. നമ്മൾ ചെയ്യാൻ സാധ്യതയുണ്ടാവും. പക്ഷെ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ പിടിക്കപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം നമ്മൾ എന്തായാലും ഒരു മെറ്റീരിയൽസ് മേടിച്ചിട്ട് വേണമല്ലോ നമ്മളതൊരു ഒരു പ്രൊഡക്റ്റ് ആക്കി ചെയ്യാനായിട്ട്. അഖില കേരള വികലാംഗ ഫെഡറേഷൻ 17ാമത് സംസ്ഥാന സമ്മേളനം 30-31 തീയതികളിൽ ജൂബിലി ഹാളിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ഡെപ്യൂട്ടി മേയർ PK രാകേഷ് അധ്യക്ഷത വഹിക്കും. സംഘടനയുടെ ക്ഷേമ ഫണ്ടിൽ നിന്നുള്ള ചികിത്സാ സഹായ വിതരണം K സുധാകരൻ നിർവഹിക്കും. വാർത്താ സമ്മേളനത്തിൽ മോഹനൻ പുന്നാട്, KV മോഹനൻ, TV മോഹനൻ, K സുബ്രഹ്മണ്യൻ, ബിജു CP എന്നിവർ പങ്കെടുത്തു. ഏറ്റവും അപ്രധാനമായിട്ട് കിടക്കുന്ന ഒരു ആവശ്യം നമ്മൾ ജീവിക്കുന്ന സാമ്പത്തിക സഹായമാണ്. മിക്കവാറും അംഗവൈദ്യത്തിന് ഭൂരിഭാഗം പേരും അധ്വാനിക്കാൻ കഴിയാത്തവരും ശാരീരികമായിട്ട് അവശതയില്ലെങ്കിലും മാനസികമായിട്ട് വെല്ലുവിളി നേരിടുന്നവർ ഇങ്ങനെയുള്ള ആളുകളാണ്. കണ്ണൂർ സ്പോർട്ടിംഗ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ ചേംബർ ഹാളിൽ സ്പോർട്സ് മേള സംഘടിപ്പിക്കുന്നു. വിവിധ സ്പോർട്സ് ഇനങ്ങളിൽ കോച്ചിംഗ് ക്യാമ്പ് ഒരുക്കുന്നതിന്റെ ഭാഗമായി മാർച്ച് 30 രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് മേള സംഘടിപ്പിക്കുന്നത്. മേളയുടെ ഉദ്ഘാടനം ജില്ലാ കളക്ടർ മീർ മുഹമ്മദ് അലി നിർവഹിക്കും. ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി G ശിവവിക്രം IPS മുഖ്യ അതിഥിയായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ P ഷാജിൻ, P ഹരി, രാജേഷ് കുമാരൻ C, A ജോഗേഷ്, രജിത് രാജരത്നം എന്നിവർ പങ്കെടുത്തു. ഈ സ്പോർട്സ് മേള കൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്നേ ദിവസം ഈ 23 സ്പോർട്സ് ഇനങ്ങളുടെ ഓരോ ഇനത്തിൻ്റെയും സ്റ്റാളുകൾ ചേംബർ ഹാളിൽ ഉണ്ടാവും. കുട്ടികൾക്കും ആർക്കാണോ കോച്ചിങ് ക്യാമ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ചേംബർ ഹാളിൽ വന്നാൽ അവർക്ക് ഓരോ ഇഷ്ടമുള്ള ഇനങ്ങളുടെ സ്റ്റാളിൽ പോവാം, കാര്യങ്ങൾ അന്വേഷിക്കാം, എന്നിട്ട് അവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യാം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
മതവിശ്വാസികളുടെ വോട്ടുറപ്പിക്കാൻ മലയോരത്ത് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പര്യടനം. പ്രചരണത്തിന്റെ തുടക്കം രാവിലെ ചെറുപുഴ സെന്റ് മേരീസ് ഫെറോണ പള്ളിയിലെത്തിയ വൈദികരെ കണ്ട്. ചെറുപുഴയിലെയും ഈസ്റ്റ് ഏരിയയിലെയും നേതാക്കളും പ്രവർത്തകരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പത്രിക സമർപ്പണം നാളെ. സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് ചെലവ് നടത്തുന്നതിന് മാത്രമായി പ്രത്യേക ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെന്ന് ജില്ലാ കളക്ടർ മീർ മുഹമ്മദ് അലി. അക്കൗണ്ട് എടുക്കേണ്ടത് ദേശസാൽകൃത ബാങ്കിലോ സഹകരണ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ. കണ്ണൂരിൽ 22 കിലോ കഞ്ചാവുമായി 2 പേർ പിടിയിൽ. പിടിയിലായത് വിൽപ്പനയ്ക്കായി മംഗലാപുരത്ത് നിന്ന് ട്രെയിൻ മാർഗം കൊണ്ടുവന്ന കഞ്ചാവ്. ഡിവൈഎസ്പി KC വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത്. സംഭവം ഇന്ന് രാവിലെ താവക്കര ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് സമീപം. മീനച്ചൂടിൽ വെന്തുരുകി സംസ്ഥാനം. പാലക്കാട് ജില്ലയിൽ 3ാം ദിവസവും രേഖപ്പെടുത്തിയത് 41 ഡിഗ്രി സെൽഷ്യസ്. കായംകുളത്ത് വ്യാപാരിക്കും പുനലൂരിൽ അധ്യാപികയ്ക്കും സൂര്യാഘാതമേറ്റു. തലശ്ശേരിയിലും സൂര്യാഘാതം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. മുൻ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.nowmediakerala.com സന്ദർശിക്കുക. നവമീഡിയ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്.